ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ കുറച്ച് ചാളയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇരുമ്പും പുളി ഉണ്ട് വീട്ടിൽ, അതുകൊണ്ടാണ് ചാളയൊക്കെ വാങ്ങിയത് തന്നെ. അപ്പോൾ ഇരുമ്പും പുളി ഇട്ട് ചാള കറി വയ്ക്കാം, വറക്കാം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇരിക്കണം കേട്ടോ. അപ്പോൾ അതിന് രണ്ടിനും വേണ്ടിയിട്ട് ഞാൻ നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വീട്ടിലെല്ലാവർക്കും തന്നെ മീൻ കറി വയ്ക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇത്തിരി കൂടുതൽ വറക്കുന്നതിനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വറക്കാനാണ് കൂടുതൽ എടുക്കാറ്, കറി കുറച്ച് വയ്ക്കാറുള്ളൂ. അപ്പോൾ ചാളയാകുമ്പോൾ നമുക്ക് കുടപ്പുളി ഇട്ട് വയ്ക്കാം, പിന്നെ വാളംപുളി ഇട്ട് വയ്ക്കുന്നവരുണ്ട്, പിന്നെ ഇരുമ്പമ്പുളി, പിന്നെ ഞങ്ങളുടെ അവിടെയൊക്കെ ചേമ്പ് ഇട്ടും ചാള കറി വയ്ക്കും കേട്ടോ. ചേമ്പ്, കപ്പ, ഇതൊക്കെ ചെറുതാക്കി കട്ടി കുറച്ച് കനം കുറച്ച് അരിഞ്ഞൊക്കെ ഇട്ടിട്ട് ചാള കറി വയ്ക്കുന്നവരുണ്ട് കേട്ടോ. എന്തിട്ടാലും നല്ല ടേസ്റ്റാണ്. എനിക്ക് പേഴ്സണലി ചേമ്പിട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. അങ്ങനെ മീൻകറിയൊക്കെ എല്ലാം ചേർത്ത് ഞാൻ ഇളക്കി നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെന്ത് വരട്ടെ, അപ്പോഴേക്കും നമുക്ക് മീൻ വറക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ മീൻ കറി ഇതേ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിയും വേപ്പിലയൊക്കെ താളിച്ച് കറിയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഈ കറി തണുക്കണം കേട്ടോ. തണുത്ത് കഴിയുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ചൂടോടുകൂടി അത്ര ടേസ്റ്റ് ഇല്ല. ഇരുന്ന് അതിൻ്റെ പുളിയും ഉപ്പും ഒക്കെ, ഇരുമ്പും പുളിയുടെ പുളിയൊക്കെ നന്നായിട്ട് ആ മീനിലേക്കും കറിയിലേക്കും അരപ്പിലേക്കും ഒക്കെ പിടിച്ച് കഴിയുമ്പോൾ നല്ല സ്വാദാണ് കേട്ടോ. എനിക്ക് മീൻ കറിയും എന്ത് കറിയായാലും തണുത്ത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ മീൻ കറി വയ്ക്കുമ്പോഴുള്ള എൻ്റെ ഏറ്റവും വലിയൊരു വിഷമം ഞങ്ങൾക്ക് മൺചട്ടി ഇല്ല എന്നുള്ളതാണ് കേട്ടോ. മൺചട്ടി കുറേ ദിവസമായി പൊട്ടിപ്പോയിട്ട് ഒരെണ്ണം വാങ്ങാൻ പറഞ്ഞിട്ട് ഇതുവരെ വാങ്ങിയിട്ടില്ല. പിന്നെ ഒരെണ്ണം വാങ്ങണം. അത് എനിക്ക് മൺചട്ടി ഇല്ലാത്തതുകൊണ്ട് കറിവെപ്പ് അത്ര സുഖമാവുന്നില്ല കേട്ടോ, തൃപ്തി ആവുന്നില്ല എനിക്ക്. അങ്ങനെ മീനൊക്കെ ഞാൻ ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വറക്കാനും വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തെ ഊണിന് മീൻ കറിയും മീൻ വറുത്തതും കൂർക്കപ്പേരിയും ഒക്കെ കൂട്ടിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഉച്ചക്കലത്തെ ഭക്ഷണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ കാണാം.